ആദ്യം സിന്ധൂർ ഓപ്പറേഷൻ നടത്തിയതിന് പിന്നാലെ തന്നെ ഒന്ന് സംയമനം പാലിച്ച ഇന്ത്യയെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞ പാകിസ്ഥാന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ കുറച്ചും കൂടി കാര്യങ്ങളാണ് ഇന്ത്യ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യക്ക് ഉറക്കമില്ലാത്ത രാത്രി തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ 15ഓളം നഗരങ്ങൾ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മിസൈൽ അവർ അയച്ചിട്ടുണ്ടായത്. പക്ഷെ അതൊന്നും തന്നെ നമ്മൾ അറിഞ്ഞില്ല. കാരണം നമ്മുടെ അതിർത്തി കടന്നാൽ പോട്ടെ, അതിർത്തിയുടെ ഒരു അറ്റത്ത് പോലും തൊടാനായിട്ട് ആ മിസൈലുകളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ റഷ്യ നൽകിയ S-400 അടക്കം നമ്മുടെ വലിയൊരു കവചം തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിക്ക് മുകളിൽ അത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ എന്താ പറയുക, നമ്മൾ വളരെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പടക്കം പോലും ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. കനത്ത ആക്രമണമാണ് ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ അറ്റാക്ക് നടത്തിയതെങ്കിൽ ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, അതിൽ ഇസ്ലാമാബാദ് അടക്കം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലടക്കം കയറി ചെന്ന് ഇന്ത്യ ഒരു മിസൈൽ വർഷമാണ് നടത്തിയിട്ടുള്ളത്. കൂടാതെ കറാച്ചിയിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തുറമുഖമാണ്. അവിടെ അടക്കം ഇന്ത്യ വലിയ രീതിയിലൊരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എത്രയാണ് അവിടെ നാശനഷ്ടങ്ങൾ, മറ്റുള്ള ആരെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും തന്നെ വിവരങ്ങളില്ല. ഏതായാലും ഇന്ന് 10 മണിയോടുകൂടി തന്നെ സർവകക്ഷി യോഗം അടക്കം ചേരുന്നുണ്ട്. അതിലായിരിക്കും എന്തൊക്കെയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ള കൂടുതൽ അറ്റാക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫിംഗ് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ലഭിക്കുകയുള്ളൂ. ഏതായാലും അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പാക് മണ്ണിൽ കനത്ത പ്രഹരം തന്നെയാണ് ഇന്ത്യയുടെ 3 സേനകൾ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം പ്രധാന നഗരങ്ങൾ മിസൈൽ വർഷം നടത്തിയാണ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. കറാച്ചിയിലെ തുറമുഖത്തും ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ കറാച്ചിയിലെ തുറമുഖത്ത് ഇന്ത്യയുടെ INS വിക്രാന്താണ് അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. നാവികസേനയുടെ മിസൈൽ വർഷമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിന് 20 കിലോമീറ്റർ അടുത്ത് വരെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീടിന് 20 കിലോമീറ്റർ വരെ ഒരു ബോംബിടാൻ ഇന്ത്യയെ കൊണ്ട് സാധിക്കുമെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇന്ത്യയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക? ഷഹബാസ് ഷെരീഫിനെ ഇപ്പോൾ ഔദ്യോഗിക വസതിയിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്ലാമാബാദിലെ ഔദ്യോഗിക വസതിക്ക് സമീപത്താണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാക് പ്രധാനമന്ത്രിയെ ബങ്കറിനുള്ളിലേക്ക് മാറ്റിയതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏതായാലും ഇസ്ലാമാബാദും നിന്ന് വിറച്ചിരിക്കുകയാണ്. സിയാൽകോട്ടിലും കറാച്ചിയിലും ലാഹോറിലൊക്കെ തന്നെ തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും അതിർത്തി കടന്നു ചെന്നാണ് ഇന്ത്യ ഈ പറയുന്ന തലസ്ഥാന നഗരത്തിലടക്കം പ്രധാനപ്പെട്ട പല തുറമുഖ മേഖലകളിലടക്കം ഇപ്പോൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇപ്പോഴും അവിടെ വ്യോമാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. 1971 ശേഷം നടക്കുന്ന ആദ്യ ആക്രമണമാണിത്. വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നതിനെ കുറിച്ചിട്ട് ഇതുവരെയായിട്ടും റിപ്പോർട്ടുകൾ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം നൽകാനായിട്ട് സാധിക്കത്തില്ല. ഇന്ത്യയുടെ 3 സേനകൾ ചേർന്നാണ് ഇത്തവണ പാകിസ്ഥാനിൽ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി കറാച്ചി തുറമുഖത്തിനെതിരെയും ഇന്ത്യ കനത്ത ആക്രമണമാണ് നടത്തിയത്. ആദ്യഘട്ട ആക്രമണം നടത്തുമ്പോൾ ഈ മേഖലകളൊക്കെ തന്നെ ഇന്ത്യ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് അവിടെ ആക്രമണം നടത്തണമെന്ന് യാതൊരു ലക്ഷ്യവുമില്ലായിരുന്നു. പക്ഷേ ഈ ഭീകരവാദികളെ അല്ലെങ്കിൽ ഈ ഭീകര കേന്ദ്രങ്ങളെ വളർത്താതിരിക്കാൻ അവിടങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യ തെരഞ്ഞെടുത്ത് ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ ഒതുങ്ങിയില്ല. പാകിസ്ഥാൻ ഒതുങ്ങാത്തത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ കടന്നു കയറി ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. INS വിക്രാന്ത് നമുക്കറിയാം. പലപ്പോഴും ഇതിൻ്റെ പല സവിശേഷതകളും എങ്ങനെയാണ് ഇതിന് ആക്രമണം നടത്താൻ സാധിക്കുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പല വിവരണങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. INS വിക്രാന്ത് എന്ന് പറയുന്നത് ഒരു ഒഴുകുന്ന പോരാളിയാണ് ഇപ്പോൾ നമ്മുടെ കറാച്ചിയെ വിറപ്പിച്ചിരിക്കുന്നത്. വിക്രാന്ത് രാജ്യത്തിനായി പോരാടി വിജയിക്കുമ്പോൾ കേരളത്തിന് നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ്. കാരണം INS വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചി കപ്പൽശാലയിലാണ്. അതുതന്നെയാണ് ഓരോ മലയാളിക്കും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ഇവിടെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്. 2022 സെപ്റ്റംബറിലാണ് INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തത്. വിക്രാന്തിന് 30 എയർക്രാഫ്റ്റുകളെയാണ് വഹിക്കാനാവുക. 20 ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ 10 ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡെക്കിലും പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വിക്രാന്തിന്റെ പ്രധാന സവിശേഷത സ്കീ ജംപ് ടെക്നോളജിയാണ്. കപ്പലിന്റെ മുൻഭാഗം വളഞ്ഞ റാമ്പ് പോലെയാണ്. ഇതുമൂലം കുറഞ്ഞ ദൂരത്തിലുള്ള റൺവേയിൽ നിന്ന് പോലും പോർ വിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്ന് പറന്നുയരാനാകും എന്നുള്ളത് തന്നെയാണ്
ടോപ്പ് ഡെക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നത്. 30 ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ള 2 ലിഫ്റ്റുകളുണ്ട്. താഴെ എത്തിക്കുന്ന വിമാനങ്ങൾ നേരെ ടേൺ ടേബിൾ എന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകും. 360 ഡിഗ്രിയിൽ കറങ്ങുന്ന ടേബിളിൽ നിന്നാകും വിമാനം പാർക്ക് ചെയ്യേണ്ട ദിശയിലേക്ക് നീങ്ങുക. ഇതിൽ നിന്നൊക്കെ തന്നെ എത്രത്തോളം ഉണ്ട് നമ്മുടെ INS വിക്രാന്തിന്റെ ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ INS വിക്രാന്താണ് ഇപ്പോൾ കറാച്ചി തുറമുഖത്ത് കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ 4 പാക് പോർ വിമാനങ്ങളും ഇന്ത്യ വീഴ്ത്തിയിട്ടിരിക്കുകയാണ്. കച്ചിൽ 3 ഡ്രോണുകളും ഇന്ത്യ വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഏതായാലും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതിയില്ല ഇത്രയേറെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമ്മുടെ 3 സേനകൾ തിരിച്ചടിക്കുമെന്ന്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സൈന്യത്തിന് തീരുമാനിക്കാം എങ്ങനെ, എവിടെ, എപ്പോൾ അടിക്കണം എന്നുള്ളത്. അതിന്റെ ആഴം എത്രത്തോളം ആയിരിക്കണം എന്നുള്ളതും സൈന്യത്തിന് തീരുമാനിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഇന്ന് 3 സേനകളും ഇവിടെ സ്കോർ ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാന്റെ എയർഫോഴ്സ് വിമാനം പഠാൻകോട്ടിലടക്കം ഇന്ന് വെടിവെച്ചിട്ടുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് അതൊക്കെ തന്നെ തകർത്തത്. അതേസമയം തന്നെ ജമ്മുവിലെ വ്യോമതാവളങ്ങളൊക്കെ തന്നെ സുരക്ഷിതമാണ്. ഇതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ മേഖലയിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. INS വിക്രാന്ത് അടക്കം കാർവാർ മേഖലയിലുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. വ്യോമതാവളങ്ങൾ, ജയ്സാൽമീർ സൈനിക ആസ്ഥാനം, ശ്രീനഗർ, ജമ്മു വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോണുകളും 8 മിസൈലുകളൊക്കെ തന്നെ തൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവയെല്ലാം നമ്മുടെ ഇന്ത്യയുടെ S-400 ട്രാൻസ് മിസൈൽ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് റഷ്യ കൊടുത്തതാണ്. ഇതിനിടയിലായിരുന്നു പാകിസ്ഥാന്റെ വ്യോമാക്രമണം നടന്നത്. ഏതായാലും ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടുണ്ട്. 2 JF-70 വിമാനങ്ങൾ തകർന്നതായാണ് വിവരം. അതായിരുന്നു പാകിസ്ഥാന്റെ അഹങ്കാരം, ചൈന കൊടുത്തതായിരുന്നു. അതൊക്കെ തന്നെ നമ്മൾ നിമിഷ നേരം കൊണ്ട് വെടിവെച്ച് തകർത്തിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ജമ്മുവിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഇന്ത്യൻ വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെ നേരിട്ടത്. അതേസമയം തന്നെ ഇന്ത്യൻ ആക്രമണത്തിൽ യുദ്ധവിമാനങ്ങൾ തകർന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ മടയിൽ കയറി ആക്രമിച്ചതോടെ നിൽക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ബങ്കറിനുള്ളിലേക്ക് മാറ്റിയെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്.